നമസ്കാരം. മാസങ്ങളായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ യുദ്ധത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കാൻ ഒരു ചട്ടക്കൂട് കരാറിന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എങ്കിലും അമേരിക്കയോടുള്ള തങ്ങളുടെ കടുത്ത അവിശ്വാസത്തിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഇക്കാര്യം ഇറാൻ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അമേരിക്കൻ ഭരണാധികാരികൾ മുമ്പ് കാണിച്ചു കൂട്ടിയ തെറ്റുകളുടെയും ചതികളുടെയും ഒരു നീണ്ട ചരിത്രം തന്നെ ഇറാന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അവരെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പുതിയ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന്റെ സൂചന അല്ല എന്നും മറിച്ച് ഫെബ്രുവരി അവസാനം പൊട്ടിപ്പുറപ്പെട്ട കടുത്ത പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രാരംഭ നടപടി മാത്രമാണ്. ഇറാൻ ജനതയുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ അമേരിക്കയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട്. ഈ പുതിയ കരാർ പ്രകാരം ഇസ്രയേൽ തങ്ങളുടെ ഭാഗം കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല, അമേരിക്കയ്ക്കാണ്. ലെബനുമായി ബന്ധപ്പെട്ട് സയനിസ്റ്റ് ഭരണകൂടം സ്വന്തം നിലപാടുകളെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് അമേരിക്ക ഉറപ്പുവരുത്തണമെന്നും തങ്ങൾ ഇസ്രായേലിനെയോ അമേരിക്കയോ ഒരു കാരണവശാലും വിശ്വസിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ മരവിപ്പിച്ചു നിർത്തിയിരുന്ന ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക, ഈ യുദ്ധത്തിൽ ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുക എന്നീ രണ്ട് ആവശ്യങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങളിലും നടപടി സ്വീകരിക്കണമെന്നാണ് അമേരിക്ക ഈ കരാറിലൂടെ സമ്മതിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ കൊടുത്തു തീർക്കാം എന്നാണ് ട്രംപ് തലയാട്ടി സമ്മതിച്ചിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും താൽക്കാലിക വെടിനിർത്തൽ നീട്ടുന്നതിനുമായി ഒപ്പുവെക്കുന്ന ഈ കരാർ വരാനിരിക്കുന്ന ജൂൺ 19 സ്വിറ്റ്സർലാൻഡിൽ വെച്ചായിരിക്കും ഔദ്യോഗികമായി ഒപ്പിടുക. എന്നാൽ ഈ പുരോഗതികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന ആണവ തർക്കങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയും ഉയർന്ന അളവിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന്റെ ശേഖരണവും സംബന്ധിച്ച് 60 ദിവസത്തെ ചർച്ചാ കാലയളവാണ് ഈ കരാറും മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾ സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരം നിലനിർത്തണം എന്ന കാര്യത്തിൽ ഇറാന് ഇപ്പോഴും കർശനമായ നിർബന്ധമുണ്ട്. വരാനിരിക്കുന്ന ചർച്ചകളെയും ഒരു സമഗ്രമായ ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങളും കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒരു യുദ്ധം അവസാനിക്കുന്നതിന്റെ ആശ്വാസം താൽക്കാലികമായി ഉണ്ട് എങ്കിലും പതിറ്റാണ്ടുകളായുള്ള അവിശ്വാസവും ആണവ തർക്കങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സമാധാന കരാർ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നത് വരും ദിവസങ്ങളിൽ ചർച്ചകളെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും ആ ചർച്ചകൾ എന്താവുമെന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം.